മച്ചാക്കാട്ടിലാണേ. അവിടെ നമ്മൾ സാധാരണ നൃത്തനാടകങ്ങൾ, ബാലെ ഇതൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ നമ്മുടെ ചാനലിലേക്ക് പരിചയപ്പെടുത്തുകയാണ്. അതിലുപരി കുറേ കുഞ്ഞു കലാകാരികളുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും വേദി എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും അനുഗ്രഹമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ കല ആണ്. ആ കലയിൽ നമുക്ക് സ്റ്റേജ് ആണ് ഏതൊരു കലാകാരൻ്റെയും കലാകാരികളുടെയും ഒരു സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആ ചേച്ചി നമുക്കൊന്ന് പരിചയപ്പെടാം. അതിലുപരി നമ്മുടെ കുറേ ആർട്ടിസ്റ്റുകൾ ഇതാണ് ഇരിക്കുന്നുണ്ട്, കുഞ്ഞ് ആർട്ടിസ്റ്റുകൾ എല്ലാവരും കണ്ടോ, പുതിയ അടുത്ത ഒരു യുഗത്തിലേക്ക് തല ഉയർത്തി നിൽക്കുന്ന കലാകാരികളാണ്. ചേച്ചി നമസ്കാരം. ചേച്ചി, എൻ്റെ പേര് മച്ചാക്കാട്ടൂർ. മച്ചാൻ മീഡിയ ബ്രാച്ചസ് എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. അപ്പം ചേച്ചിയുടെ പേര് ചേച്ചി പറയുക. എൻ്റെ പേര് ഓമന, സ്ഥലം ചിങ്ങവനം. കോട്ടയം ചിങ്ങവനം. ഓക്കെ, ചിങ്ങവനം നമുക്ക് അറിയാവുന്ന സ്ഥലമാണ്. എത്ര വർഷമായി ചേച്ചി? ഞാൻ ജയകേരളയിൽ വന്നിട്ട് 40 വർഷത്തോളമായിട്ടുണ്ട്. എൻ്റെ പൊന്നു, 40 വർഷമായി ജയകേരളയുടെ ആർട്ടിസ്റ്റ് ആണല്ലേ? അപ്പം ഞാൻ 11 നമ്മളാണല്ലേ. എങ്ങനെയാണ്, ക്ലാസിക്കൽ ഡാൻസിലൂടെയാണോ അതോ അതല്ല നൃത്തനാടകത്തിലൂടെ? അതായത് ഒരു പക്ഷേ 40 വർഷം എന്ന് പറയുമ്പോൾ അന്നൊക്കെ ബാലയാണ് അല്ലേ? അങ്ങനെയാണോ വന്നത്? ഞാൻ അരുദക്ഷിണ സാറിൻ്റെ നൃത്തം പഠിക്കാൻ വന്നാണ്. ബാലയിലോട്ട് ചേർത്തു. അങ്ങനെ ബാലയിൽ അവതരിപ്പിച്ചു. പിന്നെ വിവാഹമൊക്കെ കഴിഞ്ഞു. കുറച്ച് ഇടവേളയായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും വന്നു. 40 വർഷം അടുപ്പിച്ചല്ല നിന്നേ. നമ്മുടെ കുടുംബജീവിതമൊക്കെ ഇതിനിടയ്ക്ക് പോയി. പിന്നെ ഇപ്പം വീണ്ടും വന്നിട്ട് 8 വർഷത്തോളമായി. 8 വർഷം. കുട്ടികൾ 2 പേര്, 2 മക്കൾ. മോനെ കെട്ടിച്ചു, മോളും കെട്ടി. എല്ലാവരും മോളും കെട്ടി. സത്യത്തിൽ ഈ കലാകാരന്മാരുടെയും കലാകാരികളുടെയും ഏറ്റവും വലിയ പ്രത്യേകം പറയാം, അവർക്ക് 2 പേർക്കും മക്കളും ഉണ്ട്. അല്ല ഓക്കെ, നമ്മുടെ ഒരു പ്രാരാബ്ദം നമ്മൾ പറയുമ്പം നമ്മൾ ചിരിക്കുന്നത് നമ്മുടെ സ്റ്റേജാണ്, ആ ഓഡിയൻസിലാണ് അല്ലേ? ആണല്ലേ? പക്ഷെ നമ്മൾ ആ യാത്രാമതി, അതായത് പ്രോഗ്രാം കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന യാത്രാമതിയാണ് നമ്മൾ ആ ചിന്തിക്കുന്നത്, നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതൊരു ഭയങ്കര ഒരു എന്താ പറയുന്ന ഒരു തീവ്രമായൊരു അനുഭവമല്ലേ ചേച്ചി? ഇപ്പം ചേച്ചി ഇപ്പോൾ 40 വർഷം എന്ന് പറയുന്നത്, ഞാനൊക്കെ 2001 പ്രൊഫഷണൽ ആകുന്നത്. അപ്പം 40 വർഷം എന്ന് പറയുമ്പോൾ 82 79 കാലഘട്ടം അല്ലേ ചേച്ചി? ഈ 79 കാലഘട്ടത്തിൽ പ്രൊഫഷണലായ ആർട്ടിസ്റ്റാണ്. സിനിമയിലൊന്നും ഇതുവരെ ശ്രദ്ധിക്കപ്പെടാൻ പറ്റില്ല. സീരിയൽ, സ്റ്റേജ് പ്രോഗ്രാം അല്ലയോ? അയ്യോ, ഇതെങ്ങനെ സംഭവിക്കും? സ്റ്റേജ് പ്രോഗ്രാം മാത്രം പിടിച്ചേക്കണമെന്ന് തോന്നുന്നത്. ഓരോരുത്തർ അവർ ജസ്റ്റ് ഒന്ന് വന്നു കഴിഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് പറയുന്നത്, ഒരു സീരിയലിൽ അഭിനയിക്കണം, ഇങ്ങനെ ഒരു ട്രെൻഡിലേക്കാണ്. അങ്ങനെയായിട്ടൊന്നും വീട്ടിലോട്ട് അങ്ങനെ ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ കുടുംബത്തെ കലാകാരിയായിട്ട്. ഇവിടെയോട്ട് വിടുന്നു, ഇവിടെ പഠിച്ച് വിടുന്നു മാത്രമേറെ. ഞാൻ മുദ്ര എന്ന് പറഞ്ഞ പത്തനംതിട്ട മുദ്ര 1 വർഷം അവിടെ സഹകരിച്ചിട്ടുള്ളൂ. പിന്നെ ഉള്ള കാലം വരെ ഞാൻ ഇവിടെ തന്നെയാണ് സഹകരിച്ചിട്ടുള്ളത്. 1 വർഷത്തേക്ക് ഞാൻ അല്ലല്ല, ഞാൻ ഒരുപാട് ആർട്ടിസ്റ്റുകളുമായിട്ട് ബന്ധമുള്ള വ്യക്തിയാണ്. ഞാൻ ഒരുപാട് ആർട്ടിസ്റ്റുകളെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്റ്റേജിൽ മാത്രം പെർഫോം ചെയ്താൽ മതി എന്ന് പറയുന്ന ഒരു കലാകാരിയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് ഞാൻ ഇപ്പം എന്താ പറയുന്നത്, പുതുമുഖങ്ങൾക്ക് ഞാൻ നൽകുന്നൊരു സന്ദേശമാണ്. കാരണം എന്താണെന്ന് അറിയാം, ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്ന പറഞ്ഞാൽ ഫിലിം ഫീൽഡാണ്. ഈ ചേച്ചി ഇവരിപ്പോഴും പറയുന്ന കേട്ടില്ലേ, സ്റ്റേജാണ് ഇവരുടെ ഏറ്റവും വലിയ, അതായത് ജയകേരള അല്ലാതെ ഒരു സംഭവമില്ല അവർക്ക് കേട്ടോ. അത് പോട്ടെ, അതൊന്നും അല്ല വിഷയം. ഒരു സീരിയൽ പോലും വേണ്ട. ഒന്ന് ആലോചിച്ച് നോക്കേ. ഈ മക്കളെയൊക്കെ ഒന്ന് പരിചയപ്പെടണ്ടേ? പിന്നെ പേര് പറ, ഓരോരുത്തർ പേര് പറ. സ്റ്റേജിൽ കയറും, പേര് പറയാൻ പാടില്ല. പേരില്ലയോ? പേരുണ്ടോ? വിദ്യ, നിരഞ്ജന, വൈഗ, നിരഞ്ജൻ, ലക്ഷ്മി, ദേവാഞ്ജലി, ഭാഗ്യലക്ഷ്മി,
എല്ലാവരും പിന്നെ ശാലു ചേച്ചിയുടെ സ്റ്റുഡൻസ് ആണോ? ഓക്കെ, ആശംസകൾ, കീപ്പ് ഇറ്റ് അപ്പ് കേട്ടോ. എല്ലാവർക്കും സ്റ്റേജ് പെർഫോമൻസിനോടാണോ താല്പര്യം? ഈ പെർഫോമൻസ് തന്നെ ചെയ്തു പോകാനാണ് താല്പര്യം അല്ലേ? അതോ ഈ ചേച്ചിയുടെ കണക്ക് സിനിമ ലോകം വേണ്ട, അല്ലെന്നുണ്ടെങ്കിൽ സീരിയൽ ലോകം വേണ്ട എന്ന് ചിന്തിക്കുന്നവരാണോ? അല്ല അല്ലേ? അപ്പോൾ ചേച്ചി പിന്നെ എല്ലാവരും എടുത്താം. ചേച്ചി ഒരുപാട് സന്തോഷം. കാരണം എന്താ, ഞാൻ സത്യത്തിൽ ഇങ്ങനെയുള്ള ഒരു ആർട്ടിസ്റ്റിനെ കണ്ടു. എല്ലാവർക്കും നമുക്ക് സിനിമയോട് പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ഫ്രണ്ടിലുണ്ട് വിനോദൻ്റെ. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഞാനായാലും സിനിമയിൽ അവസരം ആഗ്രഹിക്കുന്നവർ തന്നെ ഉള്ള കാര്യം പറയുന്നത് നമുക്ക് അവസരം കിട്ടും, നമുക്ക് വേണ്ട, അത് സംഭവം ശരി. പക്ഷേ എങ്കിലും സ്റ്റേജ് മാത്രം ചൂസ് ചെയ്യുന്ന എനിക്കൊന്ന് കേരളത്തിൽ ഒരേ ഒരു കലാകാരി ചേച്ചി മാത്രമേ. അതിനൊരു പ്രത്യേക അഭിനന്ദനം എൻ്റെ ഭാഗത്തുനിന്ന്. ചേച്ചി എൻ്റെ ചാനലിനൊരു ആശംസ പറയുക. എൻ്റെ മച്ചാൻ മീഡിയ പ്രാക്ടീസ് എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. എല്ലാവർക്കും, എല്ലാ പ്രേക്ഷകർക്കും ഒരു ആശംസ പറയുക. ഞങ്ങളുടെ ജയകേരളയുടെ പ്രോഗ്രാം കാണുന്ന ഞങ്ങളെ എല്ലാവരെയും പരിചയപ്പെടുത്തിയ വരുവാ.